ഒരു ഷോക്ക് വേണ്ടിയിട്ട് നോക്കിയതാ. പക്ഷെ ഫസ്റ്റ് തന്നെ അത് ഫ്ലോപ്പായി പോയി. അപ്പം ഞാൻ സെക്കൻഡ് ഒന്നും കൂടി ചാൻസ് എടുത്ത് നോക്കി. അപ്പം അത് മാത്രം എനിക്ക് കിട്ടി ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് കക്കിരിക്ക പച്ചടി. നമ്മുടെ കക്കിരിക്ക എടുത്തു. ഞാനൊരു ഹാഫ് കക്കിരിക്ക മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി കക്കിരിക്ക എടുത്തു. അതിൻ്റെ നമ്മുടെ പുറംതൊലി ഒക്കെ നമുക്ക് പീൽ ചെയ്ത് കളയണം. അപ്പം പീൽ ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് നടുക്കനെ കട്ടാക്കി അതിൻ്റെ ഉള്ളിലെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ലപോലെ ചുരണ്ടി എടുക്കണം. കാരണം നിങ്ങൾക്ക് എടുക്കണമെന്നില്ല, കാരണം ഇത് കഴിക്കുന്നവരുണ്ട്, ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ പുറത്തേക്ക് കളയാണ്. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു കഥയുണ്ട്. എൻ്റെ വീട് കണ്ണൂർ. അപ്പം അവിടത്തെ സ്പെഷ്യലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് എനിക്കുണ്ടാക്കി തരും. കക്കരിക്കും ഉള്ളി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും വിളിച്ചിട്ട് ഫ്രണ്ട്സ് പറയും നിന്റെ പെരക്ക് മിസ് ചെയ്യുന്നു. കാരണം നമ്മളവിടെ പെരക്കെന്നാ പറയുന്നത് കേട്ടോ. അപ്പം കക്കരിക്ക കുഞ്ഞാന്നരിയാണ് നമുക്ക്. അപ്പം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നമുക്കതൊന്ന് മിക്സാക്കി വെക്കണം. അതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം അതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ട തയ്യാറെടുപ്പാണ് കേട്ടോ. അതായത് കക്കിരിക്ക പെരക്ക് പച്ചടി എന്ന് പറയാം. ഇവിടെ പച്ചടിയാണ്, നമ്മളവിടെ പെരക്കെന്ന് പറയും. അപ്പം പച്ചടി തന്നെ ആയിക്കോട്ടെ. പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ, അതായത് അരമുറി തേങ്ങ പോലും ഇല്ല, ഒരു ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം തേങ്ങ ഇട്ടു. അതിലേക്ക് കടുക് ഇടാം. പിന്നെ ഒരു 3 പച്ചമുളക്. പക്ഷേ ഞാൻ എടുത്ത പച്ചമുളകിന് എരിവ് തീരെ കുറവായതുകൊണ്ടാണ് 3 പച്ചമുളക് ഇട്ടത്. നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ 3, 4, 5 ഇടാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റാണ് തൈര് ഇടാക്കുന്നത്. അതായത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് തൈര് മാത്രം ഈ തേങ്ങയും കടുകും പച്ചമുളകും കൂടി അരക്കണം തൈരിൽ. അപ്പം ഇതിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താ പറഞ്ഞാൽ, ഞാൻ എടുത്ത ജാറ് ചെറുത്, അതിലേക്ക് ഞാൻ നിറച്ചും സാധനം ഇട്ടു. ഞാൻ അരക്കാൻ നേരത്ത് മിക്സി വെച്ച് അരക്കുമ്പോഴത്തേക്ക് മൊത്തം തെറിച്ച് പണിപാളി. ഞാൻ വീണ്ടും വലിയ ജാറിലോട്ട് സാധനം മാറ്റിയിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നിട്ട് അരച്ചെടുത്തു. ആ അരപ്പ് നമ്മൾ നേരത്തെ പെരക്കി വെച്ച ആ കക്കിരിയിലേക്ക് ആ അരപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. കടുക്, മുളക്, കറിവേപ്പില ഇതൊക്കെ ഞാൻ താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ആ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ ഡിഷ് റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാണ്.